നല്ലൊരു ഗ്രേവി ബീഫ് കറി ആയാലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് കുക്കറിൽ ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ നമുക്ക് ബീഫ് കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഇതുപോലെ ഒന്ന് മസാല തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഒരു 1/2 കിലോളം ബീഫ് ഒന്ന് കഴുകി വരെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്കറിൽ ഒരു കുറച്ച് കറിവേപ്പില എന്നിട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഉടിഞ്ഞ് ചതച്ച് കൊടുക്കാം കേട്ടോ. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഫസ്റ്റിൽ തന്നെ നമുക്കൊരു 2-3 സ്പൂണോളം മല്ലിപ്പൊടിയും ഏകദേശം ഒരു കുറച്ച് 2 സ്പൂണോളം നിങ്ങൾക്ക് എന്തോരാണ് മുളക് പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി, ഗ്രാമ്പു, ഏലക്ക, പട്ട പൊടിച്ചതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 3 സവാളയോളം ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് അതും ഒരു ഹാഫ് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരു മല്ലിക്കൊത്തൊക്കെ മാറുന്ന രീതിയിൽ നിങ്ങൾ വഴറ്റി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു വഴറ്റിയ ഇതിന് തന്നെ മസാലയ്ക്ക് നല്ല പ്രത്യേക മണമായിരിക്കും കേട്ടോ. ഇതിലേക്ക് നമ്മൾ കഴുകി വരച്ചിരിക്കുന്ന ബീഫ് എല്ലാം കൂടി വരിയിടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 4-5 വിസിലടിച്ചിട്ട് ഒരു സിമ്മിൽ ഒരു 10 മിനിറ്റ് വരെ ഇട്ടിട്ട് കുക്കർ തുറക്കാം കേട്ടോ. നല്ല മണമായിരിക്കും, അത്യാവശ്യം നല്ല കുറുകി കൊഴുപ്പും ഒക്കെ ഉള്ളൊരു നല്ലൊരു കറിയായിരിക്കും. അപ്പോൾ ചുവന്നുള്ളിലേക്ക് ഇട്ടിട്ടൊന്ന് കറിവേപ്പിലൊക്കെ പൊടിച്ചിട്ടൊന്ന് താളിച്ചെടുത്തു കേട്ടോ.